നമസ്കാരം. ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ആത്മവിശ്വാസത്തെ കുറിച്ചാണ്. ആത്മവിശ്വാസം എന്ന് പറയുന്നത്, കോൺഫിഡൻസ് എന്ന് പറയുന്നത്, നമുക്ക് ഈ ലോകത്ത് പലതിലും നമുക്ക് വിശ്വാസമുണ്ട്. പക്ഷേ നമുക്ക് നമുക്ക് വിശ്വാസമില്ല. സ്വന്തത്തിൽ നമുക്ക് വിശ്വാസമില്ലെങ്കിൽ പിന്നെ വേറെ എന്തിലും വിശ്വസിച്ചിട്ട് കാര്യമില്ല എന്നതാണ്. ഏറ്റവും വലുത് ആത്മവിശ്വാസമാണ്, സ്വന്തത്തിലുള്ള വിശ്വാസമാണ്. അപ്പോൾ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാൻ 5 മനഃശാസ്ത്ര രഹസ്യങ്ങളാണ് ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. ഇതിൽ ആദ്യത്തെ ഒന്ന്, ചെറിയ വിജയങ്ങൾ സൃഷ്ടിക്കുക എന്നതാണ്. വലിയ ലക്ഷ്യങ്ങൾ നേടുന്നതിന് മുമ്പ് ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്ത് നമ്മൾ വിജയിക്കുകയാണെങ്കിൽ അത് നമ്മുടെ ആത്മവിശ്വാസം, നമ്മുടെ കോൺഫിഡൻസ് വളർത്തും എന്നതാണ്. അപ്പോൾ ഓരോ ചെറിയ വിജയങ്ങളും ആഘോഷിക്കുക എന്നതാണ്. രണ്ടാമത്തതായി നമ്മൾ ചെയ്യേണ്ടത് നെഗറ്റീവ് സംസാരം ഒഴിവാക്കുക എന്നതാണ്. അതായത് എനിക്ക് കഴിയില്ല, ഞാൻ ദുർബലനാണ്, ഞാൻ അശക്തനാണ്, ഞാൻ പൊട്ടനാണ് തുടങ്ങിയ നമ്മൾ സെൽഫ് ടോക്ക് ഇങ്ങനെ പറയുന്നതും ചിന്തിക്കുന്നതും ശരിയല്ല. അത് നമ്മളെ മാനസികമായി വളരെ തളർത്തും, അതുപോലെ തന്നെ നമ്മുടെ കോൺഫിഡൻസ് ഇല്ലാതെയാക്കും. അപ്പൊ അതുകൊണ്ട് നെഗറ്റീവ് തോട്ട്സ് കംപ്ലീറ്റ് ഒഴിവാക്കുക എന്നതാണ്. സ്വയം നെഗറ്റീവ് പറയുന്നത് ഒഴിവാക്കുക എന്നതാണ് രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ ഒരു കാര്യം, താരതമ്യം ചെയ്യുന്നത് ഒഴിവാക്കുക, കമ്പാരിസൺ ഒഴിവാക്കുക. മറ്റുള്ളവരുടെ നേട്ടങ്ങളും എൻ്റെ നേട്ടങ്ങളുമായി കമ്പാരിസൺ ചെയ്യാതിരിക്കുക. മറ്റുള്ളവരും ഞാനും തമ്മിലുള്ള ഒരു കമ്പാരിസൺ ഒഴിവാക്കുക. ഇന്നലത്തെ ഞാനും ഇന്നത്തെ ഞാനും തമ്മിലുള്ള കമ്പാരിസൺ മാത്രം നമ്മൾ ചിന്തിക്കുക, അതിനെക്കുറിച്ച് മാത്രം ഓർക്കുക. മറ്റുള്ളവരും ഞാനും തമ്മിലുള്ള ആ ഒരു കമ്പാരിസൺ ഒരിക്കലും നല്ലതല്ല. കാരണം നമുക്ക് എൻ്റെ കഴിവുകളും മറ്റുള്ള ആളുകളുടെ കഴിവുകളും എല്ലാം വ്യത്യസ്തമാണ്. നമ്മൾ പരസ്പരം എല്ലാവരും വ്യത്യസ്തരാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട്, മറ്റുള്ളവരുടെ കഴിവല്ല എൻ്റെ കഴിവ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് താരതമ്യം ഒഴിവാക്കുക എന്നതാണ്. നാലാമത്തെ ഒരു കാര്യം, ശരീരഭാഷ ശ്രദ്ധിക്കുക എന്നതാണ്. നിവർന്ന് നിൽക്കുക, അതുപോലെ തന്നെ മുഖത്ത് നോക്കി സംസാരിക്കുക, പുഞ്ചിരിയോടെ സംസാരിക്കുക തുടങ്ങിയ കാര്യങ്ങൾ. അതായത് മനഃശാസ്ത്രം പറയുന്നത് നമ്മുടെ ശരീര ചലനങ്ങൾ അത് മനസ്സിനെയും അത് ബാധിക്കുന്നു എന്നതാണ്. മനസ്സിനും അത് മാറ്റം വരുത്തുന്നു എന്നതാണ്. അപ്പൊ ശരീരഭാഷയിൽ, ബോഡി ലാംഗ്വേജിൽ ശ്രദ്ധിക്കുക എന്നതാണ്. 5, പരാജയത്തെ അധ്യാപകനാക്കും. പരാജയം ഒന്നിന്റെയും അവസാനമല്ല. അപ്പോ പരാജയത്തിലൂടെ നമ്മൾ പഠിക്കുകയാണ് വേണ്ടത്, പരാജയത്തിലൂടെ മുന്നേറുകയാണ് വേണ്ടത്. പരാജയത്തെ അധ്യാപകനാക്കി മാറ്റുക എന്നാണ്. ഈ 5 കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചാൽ നമ്മുടെ കോൺഫിഡൻസ് ലെവൽ ഉയരും, നമുക്ക് ഉയർന്ന വിജയങ്ങൾ ഉണ്ടാകും. താങ്ക് യു വെരി മച്ച്. ശുഭദിനം.